ഉള്ളത് അധ്വാനിച്ച് നേടുന്നത് പരിപാലിക്കുക. ഇതെല്ലാം ദൈവത്തിന്റെ കൂടെ അനുഗ്രഹമായിട്ട് കരുതുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ആരുടെയും വക വഞ്ചിച്ച് എടുക്കാത്തവർ തന്നെയാണ് നമ്മൾ. അന്യനത് ഒരു കാരണവശാലും അനീതിപരമായി വന്നു ചേരരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഓരോ ദിവസവും നമ്മുടെ അധ്വാനത്തെ ആശ്രയിച്ച് ജീവിക്കുന്നത്. നിയമങ്ങളും നിയമസംഹിതകളും ഒക്കെ ആർക്ക് വേണ്ടിയാണ് എന്ന് വീണ്ടും ഒരു ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്തിലൂടെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക. നീതിമാൻ ബലിയർപ്പിക്കപ്പെട്ടു, കുരിശിൽ നമുക്ക് വേണ്ടി പാപരഹിതനായ ഈശോ പാപികളായ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ കാതൽ. നമുക്ക് വേണ്ടി ഈശോ ക്രൂശിൽ മരിച്ചത് എന്നും നമ്മളെ ക്രൂശിക്കാൻ വേണ്ടി അല്ല എന്നതുകൂടെ നമ്മൾ ഉറപ്പോടെ പ്രഖ്യാപിക്കേണ്ട ഒരവസ്ഥ കൂടി നമുക്ക് കൈവന്നു പോയത് നിർഭാഗ്യമാണ്. ക്രിസ്തുവിനെ പോലെ ക്രൈസ്തവരെ എന്നും ക്രൂശിക്കാം എന്ന ഒരു ചിന്തയും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഉടലെടുത്തു വരുന്നുണ്ട്. ഞാൻ പറയാൻ കാരണം, ഈ പള്ളിയുടെ നടയിൽ ഈ സമരം നടത്തുമ്പോൾ ക്രൈസ്തവരെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ചാൽ ഈ ഒരു പ്രശ്നത്തെ അവഗണിച്ച് അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാവുന്നതിന്റെ ഒരു ഗൂഢതന്ത്രം നമ്മളൊക്കെ കാണുന്നുണ്ട്. ക്രൈസ്തവ സഭയ്ക്കെതിരെ ഈ ഒരു വലിയ പ്രശ്നത്തെ, ഒരു ജീവിത പ്രശ്നത്തെ വഴിതിരിച്ചു വിട്ടാൽ എളുപ്പത്തിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാമെന്ന് ഈ ഒരു പ്രശ്നത്തിന്റെ പുറകിലുള്ളവർ നന്നായി കരുതുന്നുകൊണ്ട് അത് അവരുടെ നല്ല തന്ത്രവുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ജീവിത പ്രശ്നമോ മനുഷ്യാവേശ പ്രശ്നമായിട്ടോ അതല്ലെങ്കിൽ ഇതൊരു കടന്നുകയറ്റമായിട്ടോ ഒന്നും കരുതാതെ നിയമത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രം അല്ലെങ്കിൽ ഭാഗികമായ ഒരു സൈഡ് പിടിച്ചുകൊണ്ടുള്ള വ്യാഖ്യാനം കൊണ്ട് മാത്രം ഈ ഒരു പ്രശ്നത്തെ നമ്മൾ വെറുതെ ഒരു വർഗീയ പ്രശ്നമാക്കി മാറ്റുന്നു എന്ന് നമ്മുടെ തലയിൽ കൊണ്ടിടാൻ വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുക. സർക്കാരുകളെ നമ്മൾ വിശ്വസിക്കുന്നതിന്റെ മറ്റൊരു ദുരന്തം കൂടെയാണ് ഇവിടെ നമ്മൾ ഈ ഒരു പൊരുവെയിലത്ത് ഇവിടെ ആയിരിക്കേണ്ട ഗതികളിലേക്ക് നമ്മൾ തള്ളിവിട്ടത്. നമ്മൾ അറിയാതെ പല ഗൂഢമായ നീക്കങ്ങളും പലരും നടത്തുന്നു എന്നത് ഇപ്പോഴും നിഷ്കളങ്കരായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നതിന്റെ മറ്റൊരു ഉദാഹരണം കൂടെയാണ് ഈ ഒരു പ്രശ്നം. തീരദേശത്ത് വസിക്കുന്ന ജനത അവർ കടലിന്റെ നേരിനോട് മല്ലിട്ട് ജീവിച്ച സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള കുതന്ത്രങ്ങൾ മനസ്സിലാക്കിയെടുക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ ഒരു പ്രശ്നത്തിന്റെ ഓരോ വശങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ആസൂത്രണവും കൃത്യമായ ഭാഗികമായിട്ടുള്ള ഒരു മറഞ്ഞു നിന്നുകൊണ്ടുള്ള നിയമനിർമ്മാണവും നിയമത്തിന്റെ പുറകെ വ്യാഖ്യാനമൊക്കെ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. ഒരു കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു രാഷ്ട്രീയ നേതാവിനെ കാണാൻ പോയി. അദ്ദേഹമായിട്ട് ഈ ഒരു പ്രശ്നം സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഇതാണ്: അത് കമ്മീഷനൊക്കെ വെറുതെയാണ് ചോ, എന്തെങ്കിലും എഴുതി കൊടുത്താൽ അടിയിൽ ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് കമ്മീഷനെ ചെയർമാൻമാരും സർക്കാർ നിശ്ചയിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ വലിയൊരു മുൻ മന്ത്രിയൊക്കെ ആയിരുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഇതാണ്: പക്ഷേ കമ്മീഷനുകളൊക്കെ വെറുതെയാണ്, മനുഷ്യന്റെ കയ്യിൽ കണ്ണിൽ പൊടിയിടാനുള്ള വെറും മറകൾ മാത്രമാണ്. ഏതെങ്കിലും ഒരു സംവിധാനം അവ ഭരണ സംവിധാനത്തെയും ഭരണാധികാരിയെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ നമുക്കെതിരെ പല റിപ്പോർട്ടുകൾ ഉണ്ടാക്കിയെടുക്കാൻ ഇന്ന് വളരെ നിസ്സാരമായി സാധിക്കും. അതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് വലിച്ചൊഴിച്ച നിസാർ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. ആരോ പറഞ്ഞു കൊടുക്കുന്ന, ആരോ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ അത് ആരാണ് ഇതിന്റെ പുറകെ എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം വളരെയധികം നിഗൂഢമാണ് എന്നതും നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. മുട്ടുമടക്കി ക്രൈസ്തവർ പിന്നോട്ട് പോകുമെന്ന, അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ പിന്നോട്ട് പോകുമെന്ന ആ ഒരു ചിന്തയിലായിരിക്കാം ഒരുപക്ഷെ ഇപ്പോഴും നമ്മളെ പ്രശ്നം പരിഹരിക്കാം എന്നൊക്കെ പറഞ്ഞ് കുറെ മുഖംമൂടി ഇട്ടിട്ട് അതിന്റെ പുറകിൽ പിന്നാമ്പുറത്ത് പല ഗൂഢ നീക്കങ്ങളും നടത്തുന്നു എന്നതും നമ്മൾ കാണാതിരുന്നുകൂടും. എന്താണെങ്കിലും ഒത്തിരിയധികം സമരങ്ങൾ ഈ നാളുകളിൽ നീതിക്ക് വേണ്ടി നമ്മളൊക്കെ ഏറ്റെടുത്ത് നടത്തിയതും അതിനെ പലരും അട്ടിമറിക്കാൻ പല രീതിയിൽ ശ്രമിച്ചതുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രലോഭനങ്ങളൊന്നും വീണ് പോകാതെ
പിടിച്ചതിന് നിങ്ങളെ നെയ്യാറ്റിൻകര രൂപതയുടെ പേരിൽ അഭിവാദ്യം ചെയ്യാനാണ് ആദ്യമായി ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു പ്രലോഭനത്തിന് വിട്ടുകൊടുക്കരുത്. ഒരു പ്രലോഭനത്തിൽ മാത്രമല്ല, പ്രകോപനത്തിലും നിങ്ങൾ ഇരയായി തീരരുത്. പലതരത്തിലുള്ള പ്രലോഭനങ്ങളും പലതരത്തിലുള്ള പ്രകോപനപരമായ കാര്യങ്ങളും സംഭവിച്ചു എന്ന് വരാം. മറുപടികളിൽ നമ്മൾ വളരെ മിതത്വം പാലിച്ചേ പറ്റും. നെയ്യാറ്റിൻകര രൂപതയും ഒരു ഭരണകൂട തന്ത്രത്തിന്റെ ഇരയാണ്. ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു കുരിശുബലി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. അതും ഇതേപോലെയുള്ള ഭരണസഭ റിപ്പോർട്ടുകൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ അവിടെ അതിന്റെ പുറകെ പോയപ്പോൾ അറിഞ്ഞതാണ് 50-ലധികം വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന തീർത്ഥാടനം. ആ തീർത്ഥാടനത്തിൽ റിപ്പോർട്ട് കൊടുത്ത അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർ, റേഞ്ച് ഓഫീസർ എഴുതി വെച്ചിരിക്കുന്നു, ഇതുപോലെ ഒരു സാധനം ഇതുവരെ നടന്നിട്ടില്ല എന്ന്. അയാള് ആ റേഞ്ച് ഓഫീസർ സമ്മതം വാങ്ങി നടത്തിയ ഒരു തീർത്ഥാടനത്തിനും അപ്പോഴത്തെ റേഞ്ച് ഓഫീസർ എഴുതി കൊടുത്ത റിപ്പോർട്ടാണ്. അതുകൊണ്ട് സത്യസന്ധമായ ഒരു റിപ്പോർട്ട് ഇവിടുന്ന് പോലീസ് പോലും റവന്യൂ അധികാരി പോലും കൊടുക്കുമെന്ന് നമ്മൾ അധികമൊന്നും വ്യാമോഹിക്കേണ്ട. കൃത്യമായ രീതിയിൽ അവർക്ക് എഴുതി കൊടുക്കുന്ന പല സംവിധാനങ്ങളും ഒക്കെയുണ്ട്. അവർ എഴുതി കൊടുക്കുന്ന റിപ്പോർട്ടിലായിരിക്കും ഇങ്ങനെയുള്ള നമ്മുടെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് നമ്മോടൊപ്പം ഇരിക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ ഒപ്പുവെക്കുന്നത്. പ്രിയപ്പെട്ടവരും, നമ്മുടെ ഭൂമി അത് നമുക്ക് വേണ്ടി നമ്മുടെ പൂർവികർ സമ്പാദിച്ചു തന്നത് നമുക്ക് വിട്ടുകൊടുക്കാൻ അത്ര പെട്ടെന്നൊന്നും നമ്മൾ തയ്യാറല്ല എന്ന് നമുക്ക് ഉറക്കത്തിന് പറയണം. മാത്രമല്ല ഉറപ്പോടെ തന്നെ പറയണം. അത് ചങ്കുറപ്പോടെ പറഞ്ഞ് അത് നേടിയെടുക്കാനായി കരുത്തുള്ള ഒരു സംവിധാനത്തിലേക്ക് ഭാഗം തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് വേണ്ടി പലരുമൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും അവരൊക്കെ നമ്മോടൊപ്പം ഉണ്ടെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിലും ഇതിനേക്കാളും അപ്പുറം മറ്റു പല കാര്യങ്ങളും നിഗൂഢതയിൽ നടക്കുന്നത് കൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ള ആ ഒരു മനസ്സിലാക്കേണ്ടതും ഈ ഒരു സമരത്തിന് മുന്നോട്ടുള്ള നമ്മുടെ വിജയത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകം തന്നെയാണ്. നിയമവഴി എന്നൊക്കെ നമ്മൾ പറയും. ഇപ്പൊ നമ്മളൊക്കെ സോപ്പിടുന്ന അങ്ങനെയാണ്, നിയമവഴി. അത് കോടതിയുടെ മുന്നിലല്ലേ? നിയമവഴി, നിയമവഴി, നിയമവഴി. ഈ നിയമത്തെ വളച്ചൊടിക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥന്മാരുള്ളിടത്തോളം കാലം നിയമവഴിക്ക് ഒരു പരിധിയുണ്ട്. റിപ്പോർട്ടുകൾ കൊടുക്കുന്നവർ കൃത്യമായ റിപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. എത്ര തെളിവ് ഹാജരാക്കിയാലും കണ്ടില്ല എന്ന്, അല്ലെങ്കിൽ ഫയല് കണ്ടില്ല എന്നൊക്കെ അവർക്ക് നിസ്സാരമായി പറയാൻ സാധിക്കും. ഇതൊക്കെ സർക്കാരുകളെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പലരുടെയും ഒക്കെ അനുഭവങ്ങളാണ്. ചവിട്ടുകുട്ടയിൽ ഫയലെടുത്തിട്ട് ഞാനൊന്ന് നോക്കിയപ്പോ കണ്ടില്ല, എനിക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ടതായിരുന്നു, തെളിവില്ല, ഇങ്ങനെയൊക്കെ എഴുതിവിടാനൊക്കെ നിസ്സാരമായി സാധിക്കും. അവിടെ കൃത്യമായി നമ്മുടെ ഇടപെടലുകൾ വളരെ സൂക്ഷ്മതയോടെ തന്നെ നമുക്ക് നിർവഹിക്കേണ്ടിയിരിക്കുന്നു. ചില സിനിമകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് മാത്രം കൊടുത്തിട്ട് ഒറിജിനൽ ഡോക്യുമെന്റ് കയ്യിൽ വെച്ചിരിക്കുന്ന പോലെ. അതുപോലെ കൃത്യമായ രേഖ നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയില്ല എങ്കിൽ ഇവരുടെ തന്ത്രം വലുതാണ്. നമ്മളൊക്കെ ഉദ്ദേശിക്കുന്ന അപ്പുറമാണ്. ഈ പറഞ്ഞതുപോലെ ഈ ഒരു പ്രശ്നത്തിനെ വർഗീയവൽക്കരിച്ച്, ഈ പ്രശ്നത്തിനെ ചില പാർശ്വവൽക്കരിച്ച്, ഇതിനെ നിസ്സാരവൽക്കരിച്ച്, ഇത് ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ ഇവിടെയുള്ള പാവപ്പെട്ട ഒരു പ്രശ്നം ഞങ്ങൾക്കറിയാവുന്നതാണ് എന്നൊക്കെ വളരെ സോപ്പിട്ട് പറഞ്ഞിട്ട് ഇന്ന് ഇപ്പോഴും കുറച്ചു പേർക്കായിട്ട് ഇങ്ങനെ അവര് ഒരുമിച്ച് നോട്ടീസ് തരുന്നില്ലല്ലോ. കുറേശ്ശെ എടുക്കും. 10 പേർക്ക്, 20 പേർക്ക്, 30 പേർക്ക് നോട്ടീസ് തന്നുകൊണ്ടിരിക്കുന്ന ഒരു തന്ത്രം ഇത് തന്നെയാണ്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നേരിട്ടുകൊണ്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നശിപ്പിക്കാമെന്നൊരു തന്ത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളോടൊപ്പം കേരളത്തിന് മനസാക്ഷി ഉണ്ടെന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷകരമായ ആവേശം നൽകുന്ന കാര്യമാണ്. നെയ്യാറ്റിൻകര രൂപതയുടെ എല്ലാ പിന്തുണയും നിങ്ങൾക്കുണ്ട് എന്ന് ഈ അവസരത്തിൽ അഭിനന്ദ പിതാവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഞാൻ ഉറപ്പു തരുന്നു. പിതാവും ഞങ്ങൾ അവിടെ നിന്ന് ഈ ഒരു യാത്രയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്തതെന്ന് അഭിനന്ദ പിതാവ് തന്നെയാണ്. അഭിനന്ദ പിതാവ് മോൺസിനോർ ജി ക്രിസ്താസിനൊക്കെ അവർ ചേർന്ന് തന്നെയാണ് ഈ ഒരു യാത്രയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും പിന്തുണ നൽകിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ദൈവത്തിന്റെ മക്കൾ മാത്രമാണ്, അല്ലാതെ ഈ ഭൂമിയിലെ ഒരുത്തരുടെയും അടിമകളല്ല എന്ന് നമ്മൾക്ക് ചങ്കുറപ്പോടെ പറയുമ്പോൾ അത് അംഗീകരിച്ചു തരാൻ ഭരണാധികാരി മാത്രമല്ല അതിവിടുത്തെ നിയമസംഹിതയ്ക്കും കഴിയണം എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ ഈ ഒരു സമരത്തിന് പിന്തുണ എനിക്ക് പറയാനുള്ളത്. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് പല പരീക്ഷണങ്ങൾ കടന്നു വരാം. അതിലൊരു വലിയ പരീക്ഷണമായിട്ട് ഇതിനെ നമുക്ക് കൈകാര്യം ചെയ്യേണ്ടതും അത്യാവശ്യം തന്നെയാണ്. തളർന്നു പോകാതെ ശക്തമായി നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഏത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിനും അതിന് കൃത്യമായ അനീതിയുടെ തകർച്ച തന്നെയാണ് അതിന്റെ അവസാനം എന്ന് പറയുന്നത്. നമുക്കെതിരെയുള്ള ഈ ഒരു അനീതി തുടച്ചു നീക്കപ്പെടുക തന്നെ ചെയ്യും. അതിനൊരു കേന്ദ്ര നിയമം തന്നെ വേണമെന്ന് നിർബന്ധമല്ല. ഈ ഉള്ള നിയമത്തെ കൃത്യമായ രീതിയിൽ നടപ്പിലാക്കിയാൽ മാത്രം മതിയാകും. ഈ ഒരു ഭാഗികമായി ഒരു
ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ടിനെ ഒന്നുകൂടെ ഒരിക്കൽ കൂടെ പുനഃപരിശോധിച്ചിട്ട് കൃത്യമായ ഈ ഒരു നിയമത്തിലെ വഴികളും അതുപോലെ ചരിത്ര വഴികൾ കൃത്യമായി ഒന്ന് വിശകലനം ചെയ്തും നിഷ്പക്ഷമായ ഒരു ഏജൻസിയെ കൊണ്ട് ഈ കാര്യത്തിന് തീർപ്പ് കൽപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇത്രയൊന്നും സർക്കാരിന് വലിയ വിഷമമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരിൽ നിന്നാണ് നിങ്ങൾ ഈ ഭൂമി വാങ്ങിയെന്ന് നിങ്ങൾക്കറിയാം. അവർക്ക് ഈ ഭൂമി വാങ്ങാനുള്ള അവകാശം നിയമപരമായിട്ട് നിയമം എന്നൊക്കെ പറഞ്ഞ് കുറെ നൂലാമാലകളും ഒക്കെ നമ്മുടെ മുന്നിൽ കാണിച്ചിട്ട് സർക്കാരിനെ കൊണ്ട് സ്വാധീനം ചെലുത്തി കളക്ടർ മാത്രം നേടിയെടുത്തുകൊണ്ടുള്ള കുറെ നിയമനിർമ്മാണങ്ങളും അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളിലൂടെ നൂലാമാലകളിലൂടെ ഈ ഒരു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ സങ്കീർണമാക്കുന്നതിന് പകരം നേരായ വഴിയിലൂടെ ഇതിനെ പരിഹരിക്കുന്ന ഒരു സമീപനം നമ്മുടെ സർക്കാരിൽ നിന്നും അതുപോലെ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും ഒക്കെ ഉണ്ടാകട്ടെ എന്നാണ് ഞങ്ങളുടെ ആശംസയും ഞങ്ങളുടെ പ്രാർത്ഥനയും. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടി ശബ്ദിക്കുന്നവർ എന്ന് പറയുമ്പോൾ അവർ നേരായ രീതിയിൽ നമുക്ക് വേണ്ടി ശബ്ദിക്കുന്നുവെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കണം. തീർച്ചയായിട്ടും നമ്മൾ ആരുടെയും ചട്ടങ്ങളെ ഇതുവരെ കരുതിയിരുന്നത് നമ്മൾ ആരുടെയൊക്കെ ചട്ടങ്ങളാണ്, നമ്മൾ ആരെയൊക്കെ പറയുന്ന പോലെ അന്ധമായി വിശ്വസിക്കുക തന്നെയാണ്. സംസാരിക്കുമ്പോൾ അവരുടെ നിലപാടുകളെ കൃത്യമായി ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഇപ്പൊ വന്ന് പിന്തുണയുമായിട്ട് വരുന്നവർ മുൻകാലത്ത് എടുത്ത ഓരോ നിലപാടുകളെയും അത് ഏത് ശക്തനായ രാഷ്ട്രീയ നേതാവെന്നോ അത് നമ്മുടെ ആളെന്നോ നിങ്ങളുടെ ആളെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ കൃത്യതയോടുകൂടി നിങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ ഉത്തരം മുട്ടിപ്പോകുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. നിങ്ങളെ ആ ഒരു കാര്യത്തിൽ അഭിനന്ദിക്കാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഏറ്റവും കൂടുതൽ എല്ലാവിധ പിന്തുണയും നിങ്ങൾക്കുണ്ട്. ഞങ്ങൾ അവിടെയും തുടർന്ന് ഈ 20-ാം തീയതി സമരം അവസാനിക്കേണ്ട എല്ലാ സംവിധാനങ്ങളും ഉണ്ടാകട്ടെ എന്നൊരു പ്രാർത്ഥന. ഇല്ലെങ്കിൽ കേരളത്തിന്റെ അങ്ങേയറ്റമായ നെയ്യാറ്റിൻകരയിലും ഇതിനുള്ള ഒരു സമരസമിതിയുടെ തുടർച്ച അവിടെയും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.